Good morning. Good morning. ഇതാരാണ്? മിസ്സേ പുതിയ സ്റ്റുഡന്റ് ആണ്. അതെ, 7ാം ക്ലാസ്സിലേക്ക് പുതിയ അഡ്മിഷൻ ഉണ്ട്. അതെ മിസ്സേ. മുമ്പേ വരലുണ്ടോ? കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ കയറി. ഓ അതെയോ. ശ്രീദേവ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഒന്ന് വീഡിയോ ഓൺ ചെയ്ത മോനെ. ന്യൂ അഡ്മിഷൻ ആണെന്ന് തോന്നല്ലേ ശ്രീദേവേ? ഇതിനു മുമ്പേ കണ്ടിട്ടില്ലല്ലോ. ആയോ, ഇത് 5ാം ക്ലാസ്സിന്റെ. ശ്രീദേവേ, ഇതിന് മുന്നേ ഏതൊക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? മിസ് ഒറ്റ ക്ലാസ് ചെയ്തു. ഏതാണ്? അതെയോ, ഓക്കെ. അപ്പൊ എന്താ രാവിലത്തെ ക്ലാസ്? ശ്രീദേവന്റെ കയ്യിൽ ടൈം ടേബിൾ ഉണ്ടോ? ടൈം ടേബിൾ ഉണ്ടോ ശ്രീദേവിന്? ഉണ്ട്. എന്താ ആദ്യത്തെ ക്ലാസ്സിൽ കയറാഞ്ഞേ? ആ സമയത്ത് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. എന്തിന്റെ ക്ലാസ്? ഞാൻ 8ലേക്കായിരുന്നു അഡ്മിഷൻ കൊടുത്തത്. മിസ് 8ലേക്കാ മിസ് ഞാൻ അഡ്മിഷൻ എടുത്തത്. ഇവൻ ഇപ്പോഴും ബദനി പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ്? തിരുവല്ല ബദനി അക്കാഡമി. മിസ് ഇവൻ 8ലോട്ടാണ് അഡ്മിഷൻ എടുത്തത് നമ്മുടെ സ്കൂളിലോട്ട്. അപ്പൊ ഇവൻ ബദനിയിൽ ഇപ്പൊ പഠിക്കുന്നുണ്ട്. അതിന്റെ ക്ലാസ് ഓൺലൈനായിട്ട് ഉണ്ടോ? ആ ഓക്കെ, ഉണ്ട്. അപ്പൊ നോക്കുക. അപ്പൊ ആ ലിങ്ക് നോക്കിട്ടൊന്ന് ഗ്രൂപ്പിലില്ലേ, ക്ലാസിന്റെ ഗ്രൂപ്പിൽ മോനെ ആഡ് ചെയ്തോ? ഇവിടുത്തെ ചെയ്തിട്ടുണ്ടോ? ഗ്രൂപ്പ് കാണാറുണ്ടോ നീ? കാണാറുണ്ട്. അതിൽ ലിങ്ക് നോക്കിട്ട് ക്ലാസ്സിൽ ഒന്ന് അറ്റൻഡ് ചെയ്യണേ. ഓക്കെ. പിന്നെ അതുപോലെ വർക്കുകളൊക്കെ ചെയ്തിരുന്ന അയച്ചു തരണേ. എനിക്ക് നിന്റെ നമ്പർ എനിക്ക് കിട്ടിയില്ല, ഇവിടുന്ന് വാങ്ങാത്. ബാക്കിയുള്ളവർ എവിടെ പോയിടാ? ഫെയ്ത്ത്, ദിയൊന്നും കാണുന്നില്ലല്ലോ. വരാൻ സാധ്യതയില്ല മിസ്. ഷോൺ യൂട്യൂബിൽ കണ്ടോളാന്റെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരത്തെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് 19ാമത്തെ ലെസൺ പേജ് നമ്പർ 66 ഒളിമ്പിക് ഖേലാണ് എടുത്തത്. ഒളിമ്പിക് ഖേൽ അല്ലേ? എങ്ങനെയാണ് ഒളിമ്പിക് ഖേൽ നടക്കുന്നത്, എങ്ങനെയാണ് ആ സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇനി പേജ് നമ്പർ 67 അതിന്റെ വർക്കുകളാണ് ഇനി പറയേണ്ടത്. ശബ്ദാർത്ഥം, വേർഡ് മീനിങ്. വേർഡ് മീനിങ് നോക്കിയേ. പ്രമുഖ് ചീഫ്, ദേവത ഗോഡ്, പീഠസ്ഥൽ സാങ്ക്ടം, പ്രതിയോഗിത കോമ്പറ്റീഷൻ, പ്രാരംഭ ബിഗിനിങ്. കണ്ടു ശ്രീദേവേ? ബിഗിനിങ് പേജ് നമ്പർ 67. മിസ് ബുക്ക് ഇല്ലാന്ന് തോന്നുന്നു. ശ്രീദേവിന് ബുക്കില്ല മോനെ? ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ ഹിന്ദിയുടെ? ഇല്ല അല്ലേ? ഓ മിസ് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കണോ? അപ്പൊ നീ നോട്ട് എഴുതുന്നില്ലേ മോനെ? എങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനം? സാർ എന്താ പറഞ്ഞ? നോട്ട് എഴുതാൻ പറഞ്ഞോ? നോട്ടൊക്കെ എഴുതി പഠിക്കാൻ പറഞ്ഞോ? എക്സാം എഴുതാൻ പറഞ്ഞോ? ഇല്ല എഴുതണ്ടെന്ന് പറഞ്ഞു. എക്സാം എഴുതണ്ട പറഞ്ഞോ? അപ്പൊ പിന്നെന്താ ക്ലാസ്സിൽ കയറാനുള്ള കാരണം? നെക്സ്റ്റ് ഇയറിലെ വരുന്നേ. എന്താണ്? ടീച്ചറുമായി ഒന്ന് പരിചയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ, ഓക്കെ. അത് ഞാൻ പറഞ്ഞൊന്ന് കേട്ട് അവിടെ ഇരുന്നോട്ടോ. ആൻമിന്റെ റെഡി അല്ലേ?
പേജ് നമ്പർ 67 ആണ് പറഞ്ഞത്. അതിലെ വേർഡ് മീനിങ്, ശബ്ദാർത്ഥ വേർഡ് മീനിങ്: പ്രമുഖ്, ചീഫ്, ദേവത, ഗോഡ്. അതല്ലേ നമ്മളിപ്പോ പറഞ്ഞത്. ആൻമരിയ കണ്ടോ? എടുത്തു വെച്ചോല്ലോ. അപ്പൊ ആ വേർഡ് മീനിങ്, ശബ്ദാർത്ഥ വേർഡ് മീനിങ് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണേ, ബാക്കിയുള്ളവയെല്ലാം. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ മുതൽ പറഞ്ഞുതരാം. निम्नलिखित प्रश्नों के उत्तर लिखिए. आंसर द फॉलोइंग क्वेश्चंस. താഴെ കൊടുക്കുന്ന ഓരോ ക്വസ്റ്റ്യനും മിസ് പറഞ്ഞുതരാം. ഒളിമ്പിയ കോൺസാ നഗർ താ? ഒളിമ്പിയ ആരുടെ നഗരമായിരുന്നു എന്ന് മിസ് പറഞ്ഞല്ലോ നേരത്തെ. ആരുടെ നഗരാണ്? ഏതോ ഒരു ദേവതയുടെ നഗരല്ലേ? ദേവതയുടെ പേര് മറന്നോയോ? ജിംസ് ദേവത അല്ലേ? ജിംസ് ദേവത. അപ്പൊ അതിന്റെ ആൻസർ जिन्स देवता का. ईसाई सम्राट थियोडोसियस ने इस नगर का क्या किया था? അതായത് ആ ഈസായി ചക്രവർത്തി തിയോഡോസിയസ് ഈ നഗരത്തിന് എന്താ ചെയ്ത്? അതിലെന്ത് ചെയ്തു? അവിടുന്ന് ഖേലോങ്കോ രോഖ അല്ലെ? അവിടെ നടക്കുന്ന ഒളിമ്പിക് ഗെയിം ഒക്കെ തടഞ്ഞു വെച്ചു അല്ലെ? ഖേലോങ്കോ രോഖ. അന്താരാഷ്ട്രീയ ഒളിമ്പിക് സമിതി ക്യോം ബനായി ഗയി? എന്തിനായിരിക്കും അന്താരാഷ്ട്രീയ സമിതി ഒളിമ്പിക്കിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചത്? യാഹി ഏക് സഫേദ് ജഡ. നാലാമത്തെ ആൻസർ അല്ലേ? തേർഡ്. അന്താരാഷ്ട്രീയ ഒളിമ്പിക് സമിതി ക്യോം ബനായി? എന്തിനാണ്? അത് ആ ഗെയിം നോക്കി നടത്താൻ വേണ്ടി അല്ലേ? ഒരാൾ നോക്കി നടത്താൻ വേണ്ടിയിട്ടാണ് എന്ത് അതിന് കമ്മിറ്റി രൂപീകരിച്ചത്. ഖേലോം കി ദേഖ് രേഖ് കേ ലിയേ. ഏത് പാരഗ്രാഫ് മിസ്സേ? ഏത് പാരഗ്രാഫ് ആണെന്നോ? പാരഗ്രാഫ് ഏതെന്ന് പറയാൻ പറ്റില്ല. പിക്ചറിന് താഴെ വരുന്നതില് നഗർക്കോ നഷ്ട കർ ദിയാൻ തുടങ്ങുന്ന സെന്റൻസ് കണ്ടോ? ആ പാരഗ്രാഫ് ആണെന്ന് താഴോട്ട് എണ്ണു. 1 2 3 4 5ാമത്തെ വരി, 5ാമത്തെ ലൈൻ. മിസ് ഗേലോ കി ദേഖ് രേഖ് അതല്ലേ? ആ, ഖേലോം കി ദേഖ് രേഖ് കേ ലിയേ. കണ്ടോ ആൻമരിയ? ഖേലോം കി ദേഖ് രേഖ് കേ ലിയേ കണ്ടോ? ഓക്കെ. 4ാമത്തെ ഒളിമ്പിക് പ്രതീക് ധ്വജ് കാ വർണ്ണൻ കീജിയേ. ഒളിമ്പിക് ഗെയിമിന് പ്രതിദാനം ചെയ്യുന്ന ആ ഫ്ലാഗിനെ കുറിച്ച് വർണ്ണിക്കുക. എങ്ങനെ വർണ്ണിക്കേണ്ടത്? സഫേദ് ജഡ ഹോത്താ ഹേ. നമ്മളിപ്പോ വായിക്കും തൊട്ട് നെക്സ്റ്റ് വരുന്ന വരിയില് യഹി ഏക് സഫേദ് ജണ്ടാ ഹോത്താ ഹേ ചിഹ്ന ഹേ വരെയാ നമ്മളെ ചിഹ്ന വരെ. इसके बीच में 5 गोल चल्ले बाएं से दाएं, नीले, पीले, काले, हरे और लाल रंग के बने हैं. ये चल्ले 5 महाद्वीपों के एकता के प्रतीक चिन्ह है. ഇത് ഒരു വെളുത്ത, അതായത് വൈറ്റ് കളറിലാണ് ഈ ഫ്ലാഗ് ഉള്ളത്. ഈ ഫ്ലാഗിന് നടുവിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? 5 റിങ്സുകൾ അല്ലെ? റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ആ റിങ്ങിന് ഓരോ കളേഴ്സും കൊടുത്തിട്ടുണ്ട്. എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് 5 മഹാദ്വീപിനെയും അവരുടെ ഐക്യത്തെയും സൂചിപ്പിക്കാനാണ് ഈ 5 റിങ്സുകൾ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ആൻസർ കിട്ടിയല്ലോ. ഒളിമ്പിക് പ്രതീക് ധ്വജ് കാ വർണ്ണൻ കീജിയേ. നിങ്ങൾക്ക് സെക്കൻഡ് പീരിയോഡിക് എക്സാം നടക്കാൻ പോവുന്നല്ലേ? സെക്കൻഡ് പീരിയോഡിക് എക്സാം. നമുക്ക് കഴിഞ്ഞ ലെസൺ എത്ര വരെ നമ്മൾ കഴിഞ്ഞ എക്സാമിന് കഴിഞ്ഞത് ഓർമ്മയുണ്ടോ? ലാസ്റ്റ് ഉണ്ടായത് ലെസൺ ഏതാണ്? കഴിഞ്ഞ എക്സാമിന് എത്ര ലെസൺ വരെ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ? ഇല്ല മിസ്. ഓർമ്മയില്ല? ഇല്ല. ആൻമരിക്ക് ഓർമ്മയില്ലേ? ആൻമരിയ
ആൻമരി ഓർമ്മയില്ല മോളെ കഴിഞ്ഞ എക്സാമിന് 6 ലെസൺ അങ്ങനല്ലേ കഴിഞ്ഞ എക്സാമിന് ഉണ്ടായത്? നിങ്ങള് 7ാമത്തെ ലെസൺ മുതലാണ് പഠിക്കേണ്ടത്. സെക്കൻഡ് പീരിയോഡിക് എക്സാം വരുന്ന ആഴ്ച നടക്കല്ലേ 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. 7ാമത്തെ ലെസൺ മുതൽ 18 ലെസൺ വരെ 11 ലെസൺ വരും. 7ാമത്തെ ലെസൺ മുതലേ പഠിച്ചോ. മെയിൻ ദില്ലി ഹൂം എന്നുള്ള ലെസൺ വരെയും വരും. കേൾക്കുന്നുണ്ടോ? കേട്ടില്ലേ ഫെയ്ത്ത്? കേട്ടു. 18ാമത്തെ ലെസൺ 7 മുതൽ 18 വരെ ഇല്ലേ, മെയിൻ ദില്ലി ഹൂം വരെ. അത് നിങ്ങള് പഠിച്ച് റെഡിയാവുക. ആ സെക്കൻഡ് പീരിയോഡിക് എക്സാമിന് 25 മാർക്കിന്റെ 1 വേർഡ് മുതൽ 1 വേർഡ് ഉണ്ടാവുക. വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ, 1 വേർഡായി വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ, അതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പര്യായവാചി ശബ്ദങ്ങള്, വിലോമ ശബ്ദ, അതുപോലെ ഗ്രാമർ ഭാഗത്ത് നിന്ന് സംജ്ഞകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്, സർവനാമം എന്താണത്, അതുപോലെ ലിംഗ് ബദലി, പുല്ലിംഗം തന്നിട്ട് സ്ത്രീലിംഗത്തിൽ എഴുതാനോ അല്ലെങ്കിൽ ഏകവചനം തന്ന് ബഹുവചനം എഴുതാൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാവും. വേർഡ് മീനിങ് അടക്കം ഉണ്ടാവും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? എല്ലാം നന്നായിട്ട് പഠിക്കണം. 1 വേർഡ് ആണ്, 3 ഓപ്ഷൻ ആൻസറിൽ കൊടുക്കും. അത് നന്നായിട്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. 3 ആൻസറിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. കേട്ടല്ലോ? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി എടുക്കുക. വേഗം ആൻസർ കാണുന്ന ക്വസ്റ്റ്യൻ തേച്ചും വായിക്കാതെ അങ്ങനെ ഒരു ആൻസർ ടൈപ്പ് നിങ്ങൾ ചെയ്യാൻ പാടില്ല, സെലക്ട് ചെയ്യാൻ പാടില്ല. ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക, ആൻസർ 3 വായിച്ച് നോക്കുക, അതിനുശേഷം മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. കേട്ടല്ലോ? ഫുള്ള് മാർക്ക് എല്ലാ മക്കളും വാങ്ങണേ. നന്നായിട്ട് പഠിക്കുകയും വേണം. കേട്ടല്ലോ? അപ്പൊ ഓർമ്മിക്കണേ, ഇനി ഏത് പാടാന്ന് സംശയം വരരുത്. 7ാമത്തെ അസലി ഉത്തരാധികാരി എന്നുള്ള ലെസൺ മുതല് 18ാമത്തെ ലെസൺ ദില്ലി വരെ, മെയിൻ ദില്ലി ഹു എന്നുള്ള ലെസൺ വരെ എല്ലാവരും പഠിച്ച് റെഡി ആവുക. ഇനി മിസ് ബാക്കി പറഞ്ഞുതരാം. ഇനി ഇപ്പൊ പറഞ്ഞതിന്റെ ബാക്കി. ഉചിത് ശബ്ദോं का मिलान कीजिए, match the appropriate words. ചേരുംപടി ചേർക്കുക. എന്താണ് ഫസ്റ്റ് വേർഡ്? ഒളിമ്പിയ. ഒളിമ്പിയ എന്നുള്ള വേർഡ് ഏതിനോട് ചേർക്കേണ്ടത്? നമ്മളിപ്പോ പതക്കുണ്ട്, സഫേദ് പാഞ്ച് ചല്ലോം വാല എന്നുണ്ട്, ദേവദാ ജിംസ് ഉണ്ട്, ഈസായി സമ്രാട്ട് ഉണ്ട്. ഏതിനോടാ ചേർക്കേണ്ടത്? ദേവദാ ജിംസ്. വെരി ഗുഡ്. ഒളിമ്പിയ, ദേവദാ ജിംസ്. അതിലേക്ക് മാർക്ക് ചെയ്തോളൂ. ദിയോഡോസിയസ്. ദിയോഡോസിയസ് ഏതിനോടാ ചേർക്കേണ്ടത്? ഈസായി സമ്രാട്ട്. ഈസായി സമ്രാട്ടിന്റെ പേരാണ് ദിയോഡോസിയസ്. ഈസായി സമ്രാട്ട്. ശ്രീദേവിന്റെ വീട് എവിടെയാ മോനെ? മിസ് പയ്യന്നൂർ വെള്ളൂര്. വെള്ളൂരാ? ഇവിടെ എവിടെ താമസം? ഫെയ്ത്തിന്റെ വീട്ടില്. ഫെയ്ത്തിന്റെ ബന്ധുവാ? അല്ല മിസ്, 8ാം ക്ലാസ് പഠിക്കാൻ വരുമ്പോ എന്റെ വീട്ടിലാ താമസിക്കുന്നത്. ഓ അതെയോ? ഓക്കെ ഓക്കെ. അടുത്ത നോക്ക്. പ്രതീക് ധ്വജ്. പ്രതീക് ധ്വജ്. പ്രതീക് ധ്വജ് ഏതിനോട് ചേരുന്നത്? സഫേദ് പാഞ്ച് ചല്ലോം വാല. സഫേദ് പാഞ്ച് ചല്ലോം വാല. കണ്ടോ? നെക്സ്റ്റ് ഖിലാഡി. എന്താണ് ആൻസർ? പതക് അല്ലെ? പതക്. വെരി ഗുഡ്. ഖിലാഡി, പതക്. 4 ചേരുമ്പടി ചേർത്തല്ലോ. നെക്സ്റ്റ് വാക്യ പൂരേ കീജിയെ. വാക്യ പൂരേ കീജിയെ കംപ്ലീറ്റ് ദി സെന്റൻസസ് അല്ലേ? ആ സെന്റൻസ് പൂർത്തിയാക്കുക. ഫസ്റ്റ് ओलंपिया नगर में सबसे पहले देश की प्रतियोगिता हुआ करती थी. ഏതിന്റെ മത്സരം ഉണ്ടാവല്? ഒളിമ്പിയ നഗരത്തിൽ ആദ്യം നടന്ന മത്സരം ഏതായിരുന്നു?
ഓട്ട മത്സരമായിരുന്നു അല്ലേ? അപ്പൊ ദൗഡ്. അപ്പൊ അവിടെ എന്താ ചേർക്കേണ്ടത്? ദൗഡ് കി പ്രതിയോഗിത. ദൗഡ്. ओलंपिया नगर में सबसे पहले दौड़ की प्रतियोगिता ही हुआ करती थी. ओके. सेकंड है, रोम के ईसाई सम्राट देश ने गेलों को रोका. ईसाई सम्राट ने പേര് എന്തായിരുന്നു? തിയോഡോസിയസ്. തിയോഡോസിയസ്. അപ്പൊ അവിടെ തിയോഡോസിയസ് ചേർക്കുക. रोम के ईसाई सम्राट थियोडोसियस ने गेलों को रोका. थियोडोसियस. ഫെയ്ത്ത് എഴുതുന്നുണ്ടോ മോനെ? ഫെയ്ത്ത് എഴുതുന്നുണ്ടോ? യെസ്. നെക്സ്റ്റ്, पहले ओलंपिक खेलों में देश प्रतियोगिता को स्थान नहीं दिया जाता था. ആർക്കാണ് ആദ്യം ആ മത്സരത്തിന് സ്ഥാനം കൊടുക്കാതിരുന്നത്? മഹിള അല്ലേ? മഹിള, വനിതകൾക്ക്. पहले ओलंपिक खेलों में महिला प्रतियोगिता को स्थान नहीं दिया जाता था. മഹിള. नेक्स्ट, ओलंपिक खेलों की देखरेख के लिए एक डेढ़ समिति बनाई गई. എന്ത് സമിതിയാണ്? ഒളിമ്പിക് സമിതി അല്ലേ? ഒളിമ്പിക് സമിതി. അന്താരാഷ്ട്രീയ ഉണ്ടോ? അന്താരാഷ്ട്രീയ എന്ന് ചേർക്കണം. കണ്ടായിരുന്നു അങ്ങനെ? അന്താരാഷ്ട്രീയ ഒളിമ്പിക് നദിക്കോ. അന്താരാഷ്ട്രീയ ഒളിമ്പിക് സമിതി തന്നെ കൊടുത്തോ. ദിയ എന്താ ലേറ്റ് ആയി പോയത് മോളെ? ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു മിസ്സേ. ഓക്കെ, നോക്കുക. പേജ് നമ്പർ 67 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എത്തി മോളെ. ओलंपिक खेलों की देखरेख के लिए एक अंतरराष्ट्रीय ओलंपिक समिति बनाई गई. नाയി നിങ്ങൾ എഴുതിയാ പോരാ, എഴുതി മിസ്സിന് അയച്ചു തരണേ. ഗ്രൂപ്പിൽ തന്നെ അയക്കുക. അഞ്ചാമത്തെ, ओलंपिक खेलों के प्रतीक ध्वज में बने 5 चल्ले 5 महाद्वीपों की देश के प्रतीक है. ഏതിന്റെയാണ്? 5 ദ്വീപിന്റെ ഐക്യത്തിന്റെ പ്രതീകമാണ് അല്ലെ? ഏകത അല്ലേ? ഏകത. അവിടെ ചേർക്കുന്നത് ഏകത. नेक्स्ट, मशाल जलाकर ओलंपिक खेलों का डैश किया जाता था. ദീപശിഖയൊക്കെ കത്തിച്ചു കഴിഞ്ഞാല് എന്താണ് ആ പരിപാടിയുടെ എന്ത് നടന്നു പറയാ? ഉദ്ഘാടൻ അല്ലേ? അവിടെ എന്ത് ചേർക്കണം? ഉദ്ഘാടൻ കിയാ ജാതാ ഥാ. ഉദ്ഘാടൻ किया जाता था. नेक्स्ट पेज नंबर 68 എടുത്തേ. नीचे दिए गए हिंदी शब्दों के पुल्लिंग शब्द अंग्रेजी में लिखिए. എന്താണ്? नीचे दिए गए हिंदी शब्दों के पुल्लिंग शब्द अंग्रेजी में लिखिए. അതായത് താഴെ കൊടുത്തിരിക്കുന്ന സ്ത്രീലിംഗ ശബ്ദത്തിന്റെ പുല്ലിംഗം എഴുതണം. അതിന്റെ പുല്ലിംഗം ഞാൻ ഹിന്ദിയിൽ പറഞ്ഞുതരാം.
അതിന്റെ മീനിങ്, ഇംഗ്ലീഷ് മീനിങ് നിങ്ങൾ സൈഡിൽ കാണാം. അത് നിങ്ങൾക്ക് ഹോംവർക്കായി തരും. ചാച്ചി അതിന് നേരെ എന്ത് വരും? ചാച്ച. എന്താണ്? ചാച്ച. അതിന് ചേരുന്ന ഇംഗ്ലീഷ് മീനിങ് ചാച്ച. ലടുക്കി, ലടുക്ക. അപ്പൊ ലടുക്കാന്ന് എഴുതി അതിന് നേരെ എന്താണ്? ബോയ്. അങ്ങനെ എഴുതാൻ വേണ്ടിട്ട് എന്താണ് മോളെ? ഇംഗ്ലീഷ് വേർഡ് മാത്രം എഴുതിയാൽ മതിയോ? ഹിന്ദിയും കൂടി എഴുതിയിട്ട് ഇംഗ്ലീഷ് എഴുതിയാൽ മതി. ഹിന്ദി എഴുതിയിട്ട് ഇംഗ്ലീഷ് എഴുതുന്നതാണ് ഗുണം. അവർ ഇംഗ്ലീഷ് മാത്രം എഴുതാനാണ് പറയുന്നത് എങ്കിലും നിങ്ങൾ അതിന്റെ ഹിന്ദി ആദ്യം പുല്ലിംഗത്തിൽ എഴുതുക, എന്നിട്ട് അതിന് ശേഷം അതിന്റെ ഇംഗ്ലീഷ് എഴുതണം. ലടുക്കി, ലടുക്കാന്ന് എഴുതി അതിന് നേരെ ബോയ് എന്ന് എഴുതുന്നു. അതുപോലെ കേട്ടോ. അധ്യാപിക, അധ്യാപക്. അധ്യാപക് ബ്രാക്കറ്റിൽ എന്താണ്? ടീച്ചർ. ഉണ്ടോ? അങ്ങനെ. ഭാഭ, ഭാഭി, ഭാഭ. മാം, ബാപ്പ്. ഔരത്ത്, ആത്മി. റാണി, രാജ. ബഹിൻ, ബായി. അതിന്റെ ഹിന്ദി മിസ് തരും. മിസ് ഗ്രൂപ്പിൽ അയക്കുമ്പോൾ അതിന്റെ ഹിന്ദി തരും. അതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ എന്താണ് അതിന്റെ ഇംഗ്ലീഷ് മീനിങ് കണ്ടുപിടിച്ച് മിസ്സിന് അയച്ചു തരിക കേട്ടോ. കുറച്ച് ഹിന്ദിയിൽ കുറച്ച് വർക്കുകൾ നിങ്ങൾക്ക് തരാതെ രക്ഷയില്ല. നെക്സ്റ്റ്, घर में खेले जाने वाले और घर से बाहर खेले जाने वाले चह चह खेलों के नाम लिखिए. ഫസ്റ്റ് സൈഡില് വീട്ടിൽ നിന്നും കളിക്കുന്ന കളികളുടെ പേര്, ഗെയിമിന്റെ പേര്, ഒരു 6 എണ്ണത്തിന്റെ പേര് വേണം. വലത് സൈഡിലെ പുറത്തു നിന്ന് കളിക്കുന്ന ഒരു 6 ഗെയിമിന്റെ പേര്, വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കളിക്കുന്നതും വീട്ടിന് പുറത്തു നിന്ന് കളിക്കുന്നതിന്റെ 6 ഗെയിമിന്റെ പേര് കണ്ടുപിടിച്ച് എഴുതൂലേ? ഹോംവർക്കാണേ. ഹിന്ദിയിലാണോ മിസ് ചെയ്തേ? ഹിന്ദിയിൽ തന്നെയാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി കൂടാ. ഹിന്ദിയിലല്ലേ ക്വസ്റ്റ്യൻ. അതും ഹോംവർക്കാണ്. അത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതേണ്ടതാണ്. കാരണം എല്ലാം മിസ് തന്നെ ആൻസർ തന്നാൽ ശരിയാവും. നിങ്ങൾ കുറച്ച് മെനക്കെടണ്ടേ. ഇപ്പൊ വീടിന് പുറത്തുള്ള ഗെയിം പറഞ്ഞാൽ ഫുട്ബോള്, ക്രിക്കറ്റ് അങ്ങനെ എഴുതി കൂടെ? ഫുട്ബോള്, ക്രിക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ള ഇതാ. ഈ വീടിനുള്ളിൽ നിന്നാണെങ്കിലോ? വീടിനുള്ളിലുള്ള ഗെയിം എന്തൊക്കെ എഴുതാം? ഏതൊക്കെ ഗെയിമിന്റെ പേര് എഴുതാം? പറഞ്ഞോ. ചെസ്, പിന്നെ സ്നേക്ക് ആൻഡ് ലാഡർ. സ്നേക്ക് ആൻഡ് ലാഡർ. ആ, പിന്നെ വേറെന്താ എഴുതാം? ഒരു 6 എണ്ണം. ഏതൊക്കെ എഴുതാം? അങ്ങനെ കണ്ടുപിടിച്ച് ചെയ്തില്ലേ? ആ, നെക്സ്റ്റ് സന്ധി കീജിയെ. ജോയിൻ ദി വേർഡ്സ്. ജോയിൻ ദ വേർഡ്സ്. ജോയിൻ ദ വേർഡ്സ്. പ്ലസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യണം? നിങ്ങള് ജോയിൻ ചെയ്യാ. എങ്ങനെ? അന്തർ പ്ലസ് രാഷ്ട്രീയ. അത് ചേരുമ്പോ എന്ത് വന്നു? അന്താരാഷ്ട്രീയ. കണ്ടല്ലോ? ഓ, അത് നോക്കാനാ. അന്തർ പ്ലസ് രാഷ്ട്രീയ, അന്താരാഷ്ട്രീയ. അപ്പൊ സൂര്യ പ്ലസ് ഉദയ് കൊടുത്തിട്ടുണ്ട്. അതെന്തായിരിക്കും? സൂര്യോദയ. കണ്ടോ? സൂര്യോദയ് എന്ന് വരും. സൂര്യ പ്ലസ് ഉദയ്, സൂര്യോദയ്. അതി പ്ലസ് അധിക്, അത്യധിക്. അതി പ്ലസ് അധിക്. അതിന് നേരെ വലത് സൈഡിലും അതേ വേർഡ് തന്നെയാ കൊടുത്തത് കേട്ടോ. 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അതി പ്ലസ് അധിക്, അത്യധിക്. അതി പ്ലസ് അധിക്, അത്യധിക്. അടുത്തത് സംസ്കൃത വേർഡാണ് താഴെ കൊണ്ടുവന്നത്. നമഹ. ഉണ്ടോ?
രണ്ട് കുത്തിട്ട് കഴിഞ്ഞാൽ ഹ എന്നാ ഉച്ചരിക്കുക. നമഹ തേ. അപ്പൊ നമസ്തേ. നമഹ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കൃത വേർഡാണ്. നമഹ തേ. അപ്പൊ അത് കൂടി ചേർന്നാണ് എന്ത്? നമസ്തേ. നമ്മൾ നമസ്തേ എന്ന് പറയല്ലേ? നമസ്തേ ജി അല്ലേ? നമസ്തേ. നോക്കണേ, ടെക്സ്റ്റ് നോക്കണേ. ചരൺ പ്ലസ് അമൃത് എന്ത് വരും? ചരണാമൃത്. ചരൺ പ്ലസ് അമൃത് ചരണാമൃത്. ഫെയ്ത്ത് ഇടക്കൊന്ന് എന്നോട് സംസാരിക്കണേ. നീ അവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയണ്ടേ? ഓക്കെ മിസ്. ദേവ് പ്ലസ് ആലൈ എന്തായി വരും? ദേവാലൈ. ദേവ് പ്ലസ് ആലൈ ദേവാലൈ. കവി പ്ലസ് ഇന്ദ്ര എന്ത് വരും? കവീന്ദ്ര. കവീന്ദ്ര. കവി പ്ലസ് ഇന്ദ്ര കവീന്ദ്ര. അതന്നെ വീണ്ടും ഞാൻ പറഞ്ഞത് 2 പ്രാവശ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഏത്? അതി പ്ലസ് അധിക് നേരത്തെ പറഞ്ഞു അല്ലേ? അത് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതന്നെ ഒന്നും കൂടി ഏതെന്ന്? അത്യധിക്. അതി പ്ലസ് അധിക് അത്യധിക്. ഹരി പ്ലസ് ഈശ് അപ്പൊ എന്തായി വരും? ഹരീഷ്. എന്ത് വരും? ഹരീഷ്. ഹരി പ്ലസ് ഈശ് ഹരീഷ്. നെക്സ്റ്റ് അതി പ്ലസ് ആചാർ. അതി പ്ലസ് ആചാർ എന്ത്? അത്യാചാർ. അത്യാചാർ ആക്രമണം. അതി പ്ലസ് ആചാർ അത്യാചാർ. ഇതില് കംപ്ലീറ്റ് ആയില്ലേ മോനെ? ഓക്കെ. നെക്സ്റ്റ് നോക്കിക്കേ. നോക്ക്. നെക്സ്റ്റ് ലാസ്റ്റ് മിസ് പറയട്ടെ. ഉപയുक्त പരസർഗ് ലിഖकर नीचे दिए गए वाक्य पूरे कीजिए. താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസില് താഴെ ഒരു ബോക്സില് പരസർഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. പരസർഗ് എന്ന് പറഞ്ഞാൽ പ്രത്യയങ്ങള്, വിഭക്തി പ്രത്യയങ്ങൾ എന്ന് പറയും മലയാളത്തില്. പരസർഗ് അതായത് പരസർഗ് എന്ന് പറഞ്ഞാല് കാ, കേ, കി, കോ, സേ, മേം, പർ, നേ, കേലിയെ അങ്ങനെ പറഞ്ഞ വാക്കുകളാണ് പരസർഗങ്ങൾ, ഹിന്ദിയിലെ വിഭക്തി പ്രത്യയങ്ങള്. ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവ ഏതാണെന്ന് ചേർന്ന് നോക്കാം. यूनान देश के प्रमुख देवता जिम्स देश मुख्य स्थान ओलंपिया नगर था. അപ്പൊ യുനാൻ എന്ത് ചേർക്കണം? കെ. യുനാൻ കെ. ഫസ്റ്റ് വേർഡ് കെ ആണ്. ഫസ്റ്റ് പരസർഗ ചേർക്കേണ്ട കെ ആണ്. പ്രമുഖ ദേവത ജിംസ് കഴിഞ്ഞ് ചേർക്കേണ്ട എന്താണ്? കാ. ദേവത ജിംസ്, ദേവത ജിംസ് കാ മുഖ്യ സ്ഥാൻ ഒളിമ്പിയ നഗർദ. അപ്പൊ ഫസ്റ്റില് കേയും കായും ചേർക്കുക. കാ, കേ, കി ഈ 3 പരസർഗിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് ഇന്റെ, ഉടേ, ഉള്ള, ലേ ഈ 4 മീനിങ്ങുകൾ അതിന് ചേരും. ഈ 3 എണ്ണത്തിനും അതിന് ചേർക്കാം. നെക്സ്റ്റ്
ദിയോഡോസിയസ് ഡേഷ് ഗേലോൺ ഡേഷ് ജോക്ക. ദിയോഡോസിയസ് നെ ആദ്യം, രണ്ടാമത്തത് കോ, നേയും കോയും, ने को. थर्ड है खुदाई करने पर घेलोन डैश भिन्न भिन्न स्थानों का पता चला. घेलो के लिए, അവിടെ ചേർക്കേണ്ടത് के लिए വേണ്ടി. खुदाई करने पर घेलोन के लिए भिन्न भिन्न स्थानों का पता चला. नालांतरे इन खेलों डैश महिलाओं को स्थान नहीं दिया गया. खेलों में इन खेलों में महिलाओं को स्थान नहीं दिया गया. ये चल्ले 5 महाद्वीपों डैश एकता के प्रतीक चिन्ह है. महाद्वीपों के डणे महाद्वीपों के. ये चल्ले 5 महाद्वीपों के एकता के प्रतीक चिन्ह है. എല്ലാവരും കംപ്ലീറ്റ് മനസ്സിലായ മക്കളേത്? ഫെയ്ത്ത് റെഡി അല്ലേ മോനെ? അത് അപ്പൊ അതില് നിങ്ങൾക്ക് നാലാമതും അഞ്ചാമതും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാനുള്ള വർക്കുകളാണ്. ബാക്കിയുള്ളവ മിസ് അയച്ചു തരും. അത് നോക്കി കംപ്ലീറ്റ് ആക്കി മിസ്സിന് ഗ്രൂപ്പിൽ അയച്ചു തരണം. ഇനി ബുധനാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാത്രി ആവാൻ നിൽക്കരുത്. ഇന്ന് ക്ലാസ് കഴിഞ്ഞു ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ ഉച്ചക്ക് മുന്നേ ആയിട്ട് അയച്ചു തരാം കേട്ടോ. ഓക്കെ, ബൈ, സി യു. എല്ലാവരും പഠിക്കില്ലേ? നന്നായിട്ട് പഠിക്കണേ. 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് 25 മാർക്കും എല്ലാവരും വാങ്ങണം. വാങ്ങുന്നവർക്കൊക്കെ മിസ്സിന്റെ വക സമ്മാനമുണ്ട്. സമ്മാനം ഇങ്ങനെ വാങ്ങി മിസ് ഇങ്ങനെ കാത്തിരിക്കുക നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. എല്ലാവരും അതായത് ക്ലാസ്സിലെ സ്റ്റാർ ആവാൻ നോക്കുക. ഓക്കെ, ഫെയ്ത്ത് ഓക്കെ അല്ലേ? ശ്രീദേവേ ഓക്കെ, ബൈ. അതെ മിസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ശ്രീദേവേ. ഓക്കെ മിസ്. ഓക്കെ, ബൈ. അൻമരിയ. അതെ മിസ്. ഓക്കെ.